Good morning, dear children. Good morning, Miss. How are you all? I am fine. I am fine. Okay, very good. I am fine. Breakfast കഴിച്ചോ എല്ലാരും? ബ്രേക്ക്ഫാസ്റ്റ് Good morning. കേൾക്കുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും സൗണ്ട് നല്ല പോലെ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. നമുക്കൊന്ന് എല്ലാവരും നോട്ട് ചെയ്യാം. All of you type your present in chat box. Then take your textbook. All of you take your textbook and pencil. നമ്മൾ എപ്പോഴും ഒരു പെൻസിൽ കയ്യിൽ കരുതണം. Previous day we have studied about which lesson? Uki Matraka. No, Urki Matraka lesson. Okay. Did you do the homework? Did you do the homework? Okay, very good. അശ്വിനി ഹോംവർക്ക് ഫുൾ ആയിട്ടില്ല. അശ്വിനിയുടെ ഹോംവർക്ക് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് എഴുതിയതിനു ശേഷം മിസ്സിന് അയച്ചു തരിക. ഓക്കെ, then all of you listen here. പാട് സാത്ത് ഇർക്കി മാത്ര. The symbol of ir. Let us revise. Ir se rishi. Rishi means sage. Krishag, Mrug, Vriksh, Nrb. Padika Siko, Kriba, Krid, Kritrim, Kripad, Mrda, Vrita, Kridai, Amrad, Drig, Trin, Vrishap, Mrudul. Take page number 34. All of you listen here. Take page number 34. Listen. Phrigu Rishi. Phrigu Rishi. Sage Phrigu. എന്താ sage എന്ന് പറഞ്ഞാൽ സന്യാസി അല്ലേ? സന്യാസിയായ ഭൃഗു. ഭൃഗു എന്ന അദ്ദേഹത്തിന്റെ പേരാണ്. ഭൃഗു ഋഷി. भृगु ऋषि हुए बहुत महान काम था उनका दया का दान. അശ്വിനിക്ക് പേജ് നമ്പർ എടുത്തിട്ട് ആയില്ലേ? പേജ് നമ്പർ 34. ഋഷി കൃപാലു. നെക്സ്റ്റ് സെന്റൻസ് ആണ്. ഋഷി കൃപാലു ബഹുത് ദയാലു. ഋഷി ആശ്രം രഹിത മൃഗ് ബാലു. കൈവരികൾ ഉണ്ട്, ഓടിച്ച് നോക്കണം ഏതൊക്കെയാ വായിക്കുന്നതെന്ന്. ദിഖ ശികാരി. ഡർ ഗയാ ബാലു ഭാഗ ഉതർ. ജഹാ ഋഷി കൃപാലു. ഭൃഗു കാ മൻ സബ് जान गया कहा। शिकारी कृपा दया जीव मारकर पाप न करना, घृणा न करना, रक्षा करना। मानव का यह काम बड़ा। शिकारी सुनता खड़ा खड़ा। बात भृगु की मान गया, रक्षा का सच जान गया। എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്?
ഒന്നും മനസ്സിലായില്ല അല്ലെ? ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. ഇതൊരു കവിതയാണെന്നാ പറയുന്നത്. ഒരു കവിതയാണ്. അതിലൊരു കഥയുണ്ട്. കവിതയായിട്ട് പറയുന്നു, അതൊരു കഥയായിട്ട് പറഞ്ഞു തരാം. ഭൃഗു ഋഷി എന്താണ്? സേജ് ഭൃഗു ആണ്, അതായത് സന്യാസിയായ ഭൃഗു. ഭൃഗു ഋഷി ഹുയെ ബഹുത് മഹാൻ കാം താ ഉൻകാ ദയാ കാ ദാൻ. ഫസ്റ്റ് സെന്റൻസ് എന്താണ്? ഭൃഗു ഋഷി ഹുയെ ബഹുത് മഹാൻ കാം താ ഉൻകാ ദയാ. എന്താണ്? നമ്മുടെ ഭൃഗു ഋഷി എന്താണ്? ദാനം ചെയ്യുന്നതിലും ദയാലുവായിരുന്ന, ദാനം ചെയ്യുന്ന കാര്യത്തിലും അദ്ദേഹം ഒരു ദയാലു കൂടെ ആയിരുന്നു എന്നാ പറയുന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു പറഞ്ഞത്. നല്ല ദയുള്ള ഒരു ഋഷിയായിരുന്നു ഭൃഗു. ഋഷി കൃപാലു ബഹുത്ത് ദയാലു ഋഷി ആശ്രം രഹിത മൃഗപാലു. ഈ ദയാലുവായ ഈ ഋഷിയുടെ ആശ്രമത്തില്, എവിടെയാ ഋഷിമാരുണ്ടാവുക? ആശ്രമത്തില അല്ലെ? ദയാലുവായ ഈ ഋഷിയുടെ ആശ്രമത്തില് ബാലു പറഞ്ഞാല് മൃഗ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ഡിയറിനെയാണ്. ഒരു ഡിയർ കൂടി ഉണ്ടായിരുന്ന പറഞ്ഞ, ഒരു മാൻ അവിടെ ഉണ്ടായിരുന്ന പറഞ്ഞ. ഭൃഗുവിന്റെ ആശ്രമത്തിൽ ഒരു മാൻ ഉണ്ടായിരുന്നു. ദിഖാ ശിക്കാരി ഡർ ഗയാ ബാലു ഭാഗ ഉദർ ജഹാം ഋഷി കൃപാലു. എന്താണ്? ദിഖാ ശിക്കാരി. ശിക്കാരി എന്ന് പറഞ്ഞാൽ ശിക്കാരി ശംഭുവിനെ അറിയോ നിങ്ങൾക്ക്? ശിക്കാരി ശംഭു കേട്ടിട്ടുണ്ടോ? അതല്ല കേട്ടോ. ശിക്കാരി എന്ന് പറഞ്ഞാൽ ഹണ്ടർ ആണ്, വേട്ടക്കാരൻ. എന്തിനായിരിക്കും വേട്ടക്കാരൻ ഇവിടെ വരുന്നേ? നമ്മുടെ ബാലുവിനെ കാണാനായിരിക്കും അല്ലെ? എന്തിനാ ബാലുവിനെ കാണുന്നേ? അതിനെ വേട്ടയാടാൻ വേണ്ടിട്ട് അല്ലെ? അപ്പോ വേട്ടക്കാരൻ വരുന്നത് കണ്ട് ഡർ ഗയാ ബാലു ഭാഗ ഉധർ. ബാലു, ഹു ഈസ് ബാലു? ഡിയർ. ബാലു പേടിച്ചിട്ട് ഓടാൻ തുടങ്ങി. ജഹാം ഋഷി കൃപാലു. എങ്ങോട്ടാ ഓടിപ്പോയത്? ഋഷി ഭൃഗുവിന്റെ അടുത്തോട്ട്, അതായത് ഋഷിയുടെ അടുത്തേക്ക് നമ്മുടെ ശിക്കാരി വരുന്നത് കണ്ടിട്ട് ബാലു ഓടിപ്പോയി. കഹ പറഞ്ഞു, ശിക്കാരി കൃപാദയ ജീവമാർക്കർ പാപന കർണ. അപ്പൊ ഋഷി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഋഷിക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. അവരിങ്ങനെ ധ്യാനം ചെയ്ത് അവർക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുന്ന പറഞ്ഞത്. അപ്പൊ ഈ ബാലു ഓടി വരുന്നത് കണ്ടപ്പോ തന്നെ ഋഷിക്ക് മനസ്സിലായി, അവനെ വേട്ടയാടാൻ, അവനെ ആക്രമിക്കാൻ ആരോ വരുന്നുണ്ടെന്നുള്ളത് ഋഷിക്ക് മനസ്സിലായി. അപ്പൊ ഋഷി പറയാണ്, എന്താണ്? ശിക്കാരി, വേട്ടക്കാരാ, കൃപാദയ ജീവമാർക്കർ പാപന കർണ കൃണ കർണ രക്ഷാ കർണ. എന്താണ്? ദയ കാണിക്കൂ, മൃഗങ്ങളെ കൊല്ലരുത്. ഒരു മൃഗങ്ങളെയും കൊല്ലരുത്, പാപം ചെയ്യരുത് അല്ലെ? നമ്മള് കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പാപം ചെയ്യാണ്. അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ഋഷി പറയാണ്, ഹണ്ടറിനോട് പറയാണ്, മൃഗങ്ങളെ കൊല്ലരുത്, ജീവികളെ കൊല്ലുന്നത് പാപമാണ്. മാനവിക യഹ് കാം ബട. നമ്മളൊക്കെ മനുഷ്യരല്ലേ, മനുഷ്യര് പാപം ചെയ്യാൻ പാടില്ല. ശിക്കാരി സുൻത ഖട ഖട. എന്താണ്? നമ്മുടെ ശിക്കാരി, വേട്ടക്കാരൻ ഇവിടെ അത് കേട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ബാത്ത് ഭൃഗു കി മാൻ ഗയാ രക്ഷാക്ക സച്ച് ജാൻ ഗയാ. നമ്മുടെ ഋഷിയുടെ ഇത് കേട്ടിട്ട്, ഋഷി പറയുന്നത് കേട്ടിട്ട്, എന്താ ഋഷി പറഞ്ഞത്? മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, അത് പാപമാണ്. നമ്മളൊക്കെ അത് മനുഷ്യധർമ്മമല്ല അല്ലെ? മനുഷ്യര് പാപം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ആരാണ്? ഹണ്ടർ അല്ലെ? ഹണ്ടർക്ക് എന്താ പറയാ? ശിക്കാരിക്ക് ബോധോദയം വന്നെന്നാ പറഞ്ഞേ. അവൻ അത് കേട്ടിട്ട് ഇങ്ങനെ, ഒരു നല്ല വാക്ക് എവിടെ നിന്നും കിട്ടുന്നുണ്ടാവില്ല അല്ലെ? അപ്പം നല്ല ഒരു കാര്യം പറഞ്ഞപ്പോ, മൃഗങ്ങളെ കൊല്ലുന്നത് പാപമാണെന്നൊക്കെ പറഞ്ഞപ്പോ അയാൾക്ക് കാര്യം മനസ്സിലായി ശിക്കാരിക്ക്. അപ്പൊ ശിക്കാരി അത് കേട്ടുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ടോ ബാത്ത് ഭൃഗു കി മാൻ ഗയാ രക്ഷാക്ക സച്ച് ജാൻ ഗയാ. ഭൃഗുവിന്റെ വാക്കുകള് കേട്ടിട്ട്, ആ നല്ല വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ ശിക്കാരി നല്ലൊരു മനുഷ്യനായി തീർന്നാ പറഞ്ഞേ. പിന്നീട് അയാള്
ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല, ഒരു മൃഗങ്ങളെയും അദ്ദേഹം കൊന്നിട്ടില്ല. അപ്പം അദ്ദേഹം സത്യം ചെയ്തു. എന്താണ്? ഞാൻ ഇനി ഒരിക്കലും പാപം ചെയ്യില്ല. നമ്മൾ ചെയ്യാറുണ്ടോ? ജീവികളെ കൊല്ലാറുണ്ടോ? നമ്മളെ ഉപദ്രവിക്കുന്ന ജീവികളെ നമുക്ക് കൊല്ലാം അല്ലെ? നമ്മൾ ചെന്ന് ഉപദ്രവിച്ച് നമ്മളെ ഉപദ്രവിക്കുകയുള്ളൂ അല്ലെ? മൃഗങ്ങൾ ആരും തന്നെ നമ്മളെ ഉപദ്രവിക്കാൻ വരില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അതിന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നത് അല്ലേ? ശരിയാണോ മിസ് പറഞ്ഞത്? ശരിയാണ്. നമ്മള് മൃഗങ്ങളെ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കാൻ പോകുമ്പോഴേ അവര് നമ്മളെ തിരിച്ച് ഉപദ്രവിക്കും. അപ്പൊ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല, നല്ല കുട്ടികളായിട്ട് വളരുക. ഇവിടെ നിങ്ങൾക്കുള്ള ഉപദേശം ഇതാണ്. നമ്മുടെ ശിക്കാരിനെ പോലെ ആകരുത്. പക്ഷെ ശിക്കാരി ലാസ്റ്റ് ഭൃഗുവിന്റെ വാക്കുകൾ കേട്ട്, ആ നല്ല വാക്കുകൾ കേട്ട് അദ്ദേഹം സത്യം ചെയ്തു, ഇനി ഞാൻ ഒന്നിനെയും ഒരു ജീവികളെയും ഉപദ്രവിക്കില്ല, കൊല്ലില്ല. ഓക്കെ, നെക്സ്റ്റ് ശബ്ദാർത്ഥ്. All of you read this Bhrigu Rishi. This page read 2 or 3 times. Okay. എന്താ പറഞ്ഞത്? എല്ലാവരും അത് വായിക്കണമെന്നാ പറഞ്ഞത്. 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കിട്ടും. ഓരോ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ചേർത്ത് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾക്ക് ഈ ഇവിടെ നെക്സ്റ്റ് പീരീഡ് നോക്കാം നമുക്ക് വായിപ്പിക്കാൻ പറ്റുമോ. അപ്പം ഞാൻ ഈ പേജ് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. ഓക്കെ, എല്ലാവരെയും വായിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എങ്കിലും ഞാൻ ശ്രമിക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ 35. All of you listen. ശബ്ദാർത്ഥ്. ഓക്കെ, ആദിനാഥ് ലിസൺ. ശബ്ദാർത്ഥം നിങ്ങൾ അവിടെ പെൻസിൽ കൊണ്ട് റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. എന്താണ് അവിടെ നോട്ട് ബുക്ക് എന്ന് എഴുതുക. ഹോംവർക്ക് ആണത്. മിസ് ഇനി ഇത് നമ്മളെ ക്ലാസ് ഗ്രൂപ്പിലിട്ട് തരുന്നില്ല, നിങ്ങൾക്ക് തന്നെ എഴുതാനായി നിങ്ങൾ തന്നെ അക്ഷരങ്ങൾ കണ്ട് എഴുതണം. ഓക്കെ, ഫസ്റ്റ് പീരിയോഡിക് എക്സാം വരെ ഞാൻ എഴുതി തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കുറച്ച് എഴുതാനൊക്കെ ആയിട്ടുണ്ട്. എഴുതിയാലേ നിങ്ങൾ പഠിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ തന്നെ ഇത് ടെക്സ്റ്റ് ബുക്ക് അതേപടി എടുത്ത് എഴുതിയാൽ മതി. ഡോണ്ട് റൈറ്റ് ഇൻ ഹിന്ദി വേർഡ്. എന്താണ് വേർഡ് മീനിങ്ങില് ഹിന്ദി വേർഡ് എഴുതണമെന്നില്ല, നിങ്ങള് ഓൺലി ഇംഗ്ലീഷ്. മഹാൻ, ഗ്രേറ്റ്, നിങ്ങൾ ഗ്രേറ്റ് മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിൽ ആ നോട്ട് ബുക്കിലുണ്ടല്ലോ നിങ്ങൾ നീട്ടി വലിച്ചെഴുതിയിട്ട് ഒരു വൃത്തിയില്ല കാണാനത്. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതണം? മഹാൻ, ഗ്രേറ്റ്. ഇവിടെ ഹിന്ദി മീനിങ് എന്താ കൊടുത്തിരിക്കുന്നത്? അച്ഛേ കാം കർണേ വാല. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളെയാണ് നമ്മള് മഹാൻ എന്ന് പറയാ. അച്ഛേ കാം കർണേ വാല മഹാൻ. മഹാൻ മീനിങ് ഗ്രേറ്റ്, ഇംഗ്ലീഷ് വേർഡ് എഴുതിയാൽ മതി. കൃപാലു, കൈൻഡ്, മേഴ്സി, മേഴ്സിഫുൾ എന്നൊക്കെ പറയാം. ദയ. ശിക്കാരി, ഹണ്ടർ. ശിക്കാർ കർണേ വാല എന്താണ്? വേട്ടയാടുന്ന ആൾ ആരാണോ അതാണ് ശിക്കാരി. കൃപാലു പറഞ്ഞ ദയാ കർണേ വാല, ദയ ചെയ്യുന്ന ആരാണോ അവരെയാണ് നമ്മൾ ദയാലു, കൃപാലു എന്ന് പറയുന്നത്. ദയാലു കറക്റ്റ്. ജീവ്, പ്രാണി. ജീവ് മീൻസ് ലിവിങ് ബീങ്, ജീവനുള്ള വസ്തുക്കളൊക്കെ ജീവ് എന്നാ പറയാ. കൃണ, നഫർത്ത്, ഹെയ്റ്റ്, കൃണ, വെറുപ്പ്, വിദ്വേഷം എന്നൊക്കെ പറയില്ലേ. പാപ്, സിൻ, പാപം, അപരാധം എന്നൊക്കെ പറയും. നീതി വിരുദ്ധ കിയാ ജാനെ വാല ആചരൺ. പാപ്, പാപം ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾക്കത് വേണ്ട അല്ലെ? പാപം ചെയ്യുന്ന കാര്യം നമ്മൾക്ക് വേണ്ട. രക്ഷ, പ്രൊട്ടക്ഷൻ, ബചാവ്. റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. only English meaning. Okay, next ശ്രുതിലേക്ക്. ഭൃഗു, കൃപാലു, മൃഗ്, കൃണ, ഋഷി. You have a class test on next period. Next period 3:15. Okay. ശ്രുതിലേക്ക്. ഈ ശ്രുതിലേക്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് പീരീഡ് ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ക്ലാസ് ടെസ്റ്റ് മീൻസ് ഡിക്റ്റേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. only 5 words
All of you read 5 times. Study well. Okay. Phrigu, Kripalu, Mrigu, Krina, Rishi. Next period dictation ഉണ്ടായിരിക്കുന്നതാണ്. Okay. Next, number 2, उचित स्थान पर इर की मात्रा लगाकर शब्द पूरे करो. മൃഗ് തന്നിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് പിക്ചർ കാണുന്നുണ്ട്. ഫാത്തിമ പ്ലീസ് അൺമ്യൂട്ട്. അവിടെ എന്താണ് നമുക്ക് അവിടെ ചേർക്കേണ്ടത്? വക്ഷനെ കാണുന്നുള്ളൂ. വക്ഷ് അല്ലേ? എന്താണ് വേണ്ടത് അവിടെ? കറക്റ്റ് വേർഡ് എന്താണ്? വൃക്ഷ എന്നാണ് വേണ്ടത്. വൃക്ഷ എന്ന് എഴുതണമെങ്കിൽ നമ്മൾ അവിടെ വൃന്ന് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വ എന്ന ലെറ്ററിന് ഇറുക്കി മാത്ര കൊടുക്കണം. All of you write ഇറുക്കി മാത്ര. വായുടെ താഴെ, വ എന്ന ലെറ്ററിന്റെ താഴെ നമ്മൾ ഇറിന്റെ ചിഹ്നം കൊടുക്കുന്നു. നെക്സ്റ്റ് അനുഗ്രഹ. അനുഗ്രഹ റേഞ്ച് പ്രശ്നമാണോ? ഓക്കെ. അനുഗ്രഹ. ഓക്കെ. നെക്സ്റ്റ് അവിടെ പിക്ചർ ശ്രദ്ധിച്ചേ. അതില് കഷക് എന്നാ കൊടുത്തിരിക്കുന്നത്. കഷക്. അവിടെ ഇറിന്റെ ചിഹ്നം എവിടെയാണ് ചേർക്കേണ്ടത്? ഏത് അക്ഷരത്തിനാണ് നമ്മള്, അല്ലെങ്കിൽ ആ വാക്ക്, ആ പിക്ചറിന്റെ വേർഡ് എന്താണ്? Do you know? Anugraha? No. Jovin? Which is the picture this? Last one. Karshag, no? കൃഷക്. കൃഷക് എന്നാണ് പറയാ. കൃഷക് എന്ന് പറയുമ്പോ നമ്മൾ അവിടെ കഷകിനെ കൊടുത്തിട്ടുള്ളൂ. കൃഷക് എന്ന് എഴുതണമെങ്കിൽ എന്ത് വേണം അവിടെ? ക എന്ന ലെറ്ററിന്റെ താഴെ ആയിട്ട് ഇറുക്കി മാത്ര ലഗാവോ. കൃഷക് ഫസ്റ്റ് ലെറ്റർ ക എന്ന ലെറ്ററിന്റെ താഴെയായിട്ട് ഇറിന്റെ ചിഹ്നം കൊടുക്കുക. ഓക്കെ. അപ്പൊ അവിടെ എന്താണ്? കൃഷക്. റൈറ്റ് വേർഡ് കൃഷക്. നെക്സ്റ്റ് നമ്പർ 3, अंग्रेजी शब्द लिखो. Write these words in English. നിറുപ്പ്. നിറുപ്പ്. ഇംഗ്ലീഷ് വേർഡ് കിങ്. ഓൾറെഡി തന്നിട്ടുണ്ട്. കൃഷക്. കൃഷക് മീൻസ് ഫാർമർ. റൈറ്റ്. ഫാർമർ. FARMER. ഫാർമർ. കൃഷക് ഫാർമർ. കൃപ. കൃപ ഇംഗ്ലീഷ് വേർഡ് ഈസ് കൈൻഡ്. നെക്സ്റ്റ് ഹൃദയ്. ലിസൺ ഹിയർ. ഹ എന്ന ലെറ്ററിൽ ഇറിന്റെ ചിഹ്നം കൊടുത്തിട്ട് എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഹ എന്ന ലെറ്ററിനെ ഹൃന്ന് എങ്ങനെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചേ. കണ്ടോ? ഇനിയിപ്പൊ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അല്ലാതെ ഹ എഴുതിയിട്ട് താഴെ നമ്മൾ സാധാരണ ഇടുന്ന പോലെ ഇറുക്കി മാത്രം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഹൃദയ്. ഹൃദയ് മീൻസ് ഹേർട്ട്. HEART. ഫാത്തിമ. മദ്രസ ക്ലാസ് ആയി. ഓക്കെ. Then see YouTube class. Okay. 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 Bye. Next, number 4, एक शब्द में उत्तर लिखो. फातिमा, you can quit. Go. एक शब्द में उत्तर लिखो. Right?
the answers in one word. Okay. ऋषि का क्या नाम था? देवर्षा, ऋषि का क्या नाम था? ഭൃഗു. എന്താണ്? ഭൃഗു. ഓക്കെ, ഭൃഗു. Then ഭൃഗു ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ബാലു ഘബരാക്കർ കിസ്കി ശരൺ മേ ഗയാ? സാവിയോ? ബാലു. Who is ബാലു? സാവിയോ? Deers. Okay, correct. ഘബരാക്കർ means പരിഭ്രമിച്ചുകൊണ്ട് എന്നാണ്. കിസ്കി ആരുടെ? ശരൺമേം ഗയാം, ആരുടെ അടുത്തേക്കാണ് ശരണം പ്രാപിച്ചെന്ന് പറയുന്നത്? അഭയം പ്രാപിച്ചത്. ബാലു പേടിച്ചത് കൊണ്ട് ആരുടെ അടുത്തേക്കാണ് ഓടിപ്പോയത്? സാവിയോ? ഋഷി. ഓക്കെ, ഋഷി ഭൃഗു എന്ന് എഴുതാം നിങ്ങൾക്ക്. ഓർ ഋഷി, റൈറ്റ്? ഋഷി, ऋषि भृगु और ऋषि. नेक्स्ट. किसको मारना पाप कहलाता है? ആരെ കൊല്ലുന്നത് പാപമാണെന്നാണ് പറയുന്നത്? കിസ്കോ? एबल माथ्यू, किसको मारना पाप कहलाता है? Deer. No, say in Hindi. Hindi word. Balu. Okay, no, Balu here, right? Then മൊത്തത്തിൽ പറയുമ്പോ നമ്മൾ എന്താ പറയാ? ആരെ കൊല്ലുന്നത് പാപമാണെന്ന് പറഞ്ഞത്? നമ്മളെ ജീവികളെ കൊല്ലുന്നത് അല്ലെ? ജീവജാലങ്ങളെ കൊല്ലുന്നത്, ജീവനുള്ള വസ്തുക്കളെ അല്ലെ? അതാണ് ജീവ. ഓക്കെ, ജീവികളെ കൊല്ലുന്നത് പാപമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ ജീവ് എന്നാണ് എഴുതേണ്ടത്. ജീവ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുമല്ലോ. ശബ്ദാർത്ഥത്തിൽ കണ്ടോ നിങ്ങള്? ഇവിടെ ഫസ്റ്റ് വേർഡ് ഉണ്ട്. ഇവിടെ ഉണ്ടോ? ജീവ്, റൈറ്റ്? ജീവ്. ജീവ് മീൻസ് ലിവിങ്, അതായത് ലിവിങ് ബീങ്, അതായത് ജീവനുള്ള എല്ലാ വസ്തുക്കളെയും ജീവ് എന്നാണ് ഹിന്ദിയിൽ പറയാ. സാവിയോ എന്താണ്? എന്ത് പറ്റി? ഓക്കെ, സാവിയോ അറ്റൻഡൻസ് ഇട്ടേക്ക കേട്ടോ. ട്രൈ അഗൈൻ. किसको मारना पाप कहलाता है? जीव. Once more listen. ऋषि का क्या नाम था? अयन, ऋषि का क्या नाम था? Say fast. ऋषि का क्या नाम था? Where are you? Listen. Yes. എന്താണ്? What is the answer? ഋഷി का क्या था? ഋഷിയുടെ പേരെന്താണ്? Bar. അടി മേടിക്കുന്നു. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട്. അമൻ മാധവ് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഞാൻ അമൻ മാധവ്, നിങ്ങൾ ഇപ്പൊ അവിടെ എഴുതിയതല്ലേ? ഋഷി കാ ക്യാ നാം താ? Virgo. ഭൃഗു. വെരി ഗുഡ്. നെക്സ്റ്റ്. നീലാഞ്ജന. ബാലു ഖബരാക്കർ. ഓക്കെ, കറക്റ്റ് ആണ് മോനെ അമൻ. നീലാഞ്ജന. ബാലു ഖബരാക്കർ किसकी शरण में गया? ऋषि. वेरी गुड. ऋषि भृगु. वेरी गुड. नेक्स्ट. आइफुना. किसको मारना पाप कहलाता है?
ജീവ്. വെരി ഗുഡ്. വെരി ഗുഡ് ഐപൂന. ഓക്കെ. ഇപ്പൊ ഏതൊക്കെയാണ് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട വർക്ക്? പേജ് നമ്പർ 35 ശബ്ദാർത്ഥ്. രണ്ടാമത് ശ്രുതിലേക്ക് പറഞ്ഞത് നെക്സ്റ്റ് പീരീഡ് ക്ലാസ് ടെസ്റ്റ് ശ്രുതിലേക്ക് ഉണ്ടാവും, അതായത് ഡിക്റ്റേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. Then number 3 write in your notebook. Number 4 write in your notebook. Okay. ശബ്ദാർത്ഥ് number 1, 3, 4. Okay. All stand up. All of you stand up. Sit down. Stand up. ഉഷാറാവട്ടെ. കുറച്ചു നേരമായില്ലേ നമ്മള് ചടഞ്ഞിരിക്കുന്നേ. Sit down. അഫ്ര, സതീന, കീർത്തന, ആയുഷ്. Please on your video. നിങ്ങളെ ഒന്ന് ഞാൻ കാണട്ടെ. Okay. Then continue. പാട്, ആട്ട്. പാട്, ആട്ട്. ആട്ട് means 8. A key മാത്ര. നമുക്ക് നെക്സ്റ്റ് പീരീഡ് ഇത് എടുക്കാം, പക്ഷെ ഒന്ന് വായിച്ചു വെക്കാം ഇവിടെ. ഓക്കെ ലിസൺ. നമ്മൾ ഇതുവരെ ആയിട്ട് പഠിച്ചതില് ആ മുതല് ഇറു വരെയുള്ള ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു. അതുവരെയല്ല, ആ ലെറ്റേഴ്സിന് നമ്മൾ ചിഹ്നങ്ങളും കൂടി പഠിച്ചു. നന്നായിട്ട് പഠിച്ചോ നിങ്ങള്? ആ മുതല് ഇറു വരെയുള്ള ചിഹ്നങ്ങൾ നന്നായിട്ട് പഠിച്ചവർ എത്ര പേരുണ്ട്? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. ഇനി മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇറു വരെയുള്ള ചിഹ്നങ്ങൾ എഴുതുന്ന എങ്ങനെയാന്ന് മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരാനില്ല. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി. ഇനിയുള്ള ചിഹ്നങ്ങളാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവാതെ പോകുന്നത്. അതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. ഇപ്പം 8ാം ക്ലാസ്സിലെ കുട്ടികളായാലും അവർക്ക് ഇപ്പോഴും ചിഹ്നങ്ങൾ അറിയാത്തവരുണ്ട്. അതിന്റെ പ്രശ്നം ഇത് തന്നെയാണ്. എ മുതലുള്ള ചിഹ്നങ്ങൾ നന്നായിട്ട് ഇപ്പൊ തന്നെ പഠിക്കുക. ഓക്കെ, നമ്മുടെ സാവിയോ പറഞ്ഞതുപോലെ ഇപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്ന്. നിങ്ങൾ കേട്ടായിരുന്നു അത്? മിസ്സിനെ കളിയാക്കി പറഞ്ഞ ഇപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ചിഹ്നങ്ങൾ കിട്ടില്ല. അത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ. എ കീ മാത്ര. സിംബൽ ഓഫ് എ. അവിടെ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന ചിഹ്നം നോക്കിയേ. എയുടെ ചിഹ്നം എങ്ങനെയാണ്? മുകളിൽ ഒരു റെഡ് മാർക്ക് ഇട്ടത് കണ്ടോ? റെഡ് കളറിൽ ചിഹ്നം ഇട്ടിരിക്കുന്നത് കണ്ടോ? ഒരു ചെരിഞ്ഞിട്ടൊരു വരയാണ് അല്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലവരത് ഈ എന്ന ചിഹ്നം പോലെയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ എഴുതരുത്. ചരിഞ്ഞിട്ടൊരു വര ഇടുകയാണ് ചെയ്യുന്നത്. നമ്മള് ലെറ്റേഴ്സ് എഴുതിയിട്ട് ഇപ്പം കാ എഴുതി കേന്ന് എഴുതണമെങ്കിൽ കാ എഴുതുന്നു, മുകളിൽ ചരിഞ്ഞിട്ടൊരു വര വരയ്ക്കുന്നു. അതാണ് കെ. ഓക്കെ. എ കീ മാത്ര. എ സെ എഡി. നെക്സ്റ്റ് സാ പ്ലസ് എ കീ മാത്ര പ്ലസ് ബ. How can say? സേബ്. സേബ്. സാ പ്ലസ് എ കീ മാത്ര സേ പ്ലസ് ബ. ബ എന്ന് പറയുമ്പോൾ നമ്മൾ സേബ എന്നല്ല വായിക്കുക, സേബ്. സേബ് മീൻസ് ആപ്പിൾ. നെക്സ്റ്റ് മാ പ്ലസ് എ കീ മാത്ര പ്ലസ് ലാ. മേല. മാ പ്ലസ് എ കീ മാത്ര മേ. ലാ മേല. മേല മീൻസ് ഫെയർ. നെക്സ്റ്റ് കരേല. കരേല ബിറ്റർ ഗോഡ്. എന്താണ് ബിറ്റർ ഗോഡ്? പാവയ്ക്ക. രാ പ്ലസ് എ കീ മാത്ര പ്ലസ് ല. റേൽ. റേൽ മീൻസ് റെയിൽ മീൻസ് ഗാഡി. നോ, റെയിൽ ഗാഡി എന്നാണ് നമ്മൾ ട്രെയിനിന് പറയാ. റെയിൽ ട്രെയിൻ.
റെയിൽ ട്രെയിൻ. അതിന്റെ പ്രൊനൗൺസിയേഷൻ തന്നെ ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സേബ്, മേല, കരേല, റെയിൽ. നെക്സ്റ്റ് പടുക്ക സീക്കോ. बेल, केला, सवेरा, पेड़, जेवर, सहेली, रेल. निवेद्या विनोद, लिसन, भेड़िया, सपने, रेखा, खेल, कपड़े. Here एक ही मात्रा ഇവിടെ നോക്കിയേ एक ही मात्रा എങ്ങനെയാണ്? all of you listen. एक ही मात्रा റെഡ് മാർക്കിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലേ? എന്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നത് ആ ചുവപ്പ് കളറിലാണെന്നാ പറയുന്നത്. അപ്പൊ ബ എന്ന ലെറ്ററിന്റെ മുകളിൽ ഒരു എന്റെ ചിഹ്നം റെഡ് കളറിൽ ഒരു ചിഹ്നം കാണുന്നുണ്ട് അല്ലേ? അത് ഏതിന്റെ ചിഹ്നമാണ്? എന്റെ ചിഹ്നമാണ്. एक ही मात्रा. അപ്പൊ ബ എന്ന ലെറ്ററിന്റെ മുകളിൽ ഏകി മാത്ര കാണുവാണെങ്കിൽ എങ്ങനെയാ വായിക്കാത്? ബേ, ബേൽ. ഓക്കെ. നെക്സ്റ്റ് ठे, ठे से ठेला, मे से मेघ, थे से हथेली, ले से जलेबी. ആ വാക്കുകൾ നിങ്ങൾ ആ പെൻസിൽ കൊണ്ട് ഡോട്ട് ഇതിന്റെ മുകളിലൂടെ എഴുതുക. ഇത് ഹോംവർക്ക് ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് പീരീഡ് യു ഹാവ് എ ഡിക്റ്റേഷൻ. only 5 words. all of you study well. നമുക്കൊരു 4 മിനിറ്റ് ഉണ്ട്. ജിയ റോസ്, ഇത്രയും പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാതെ പറയാം. എന്താ ജിയ? മൂന്നാമത്തെ ആക്ടിവിറ്റി പേജ് നമ്പർ 35. ओके. अंग्रेजी शब्द लिखो. Is it correct? രണ്ട് വേർഡ് എഴുതിയിട്ടില്ല. ഏതൊക്കെ വേർഡാണ്? നിർപ്പ, നൃപ്പാനോ? നൃപ്, നൃപ്, നൃപ്. നൃപ് മീൻസ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ കിങ് എന്ന്. തന്നിട്ടില്ല നിങ്ങൾക്ക്? അതല്ല. കൃപ, കൃപ. എനിക്ക് ഇവിടെ കേട്ടത് നൃപ് എന്നാണ് കേട്ടോ. കൃപ എന്നുള്ളതിന്റെ കൈൻഡ്, ദയ, കൈൻഡ്, KIND, കൈൻഡ്. കൈൻഡ്, മേഴ്സി എന്നൊക്കെ പറയുന്നില്ലേ? മേഴ്സി മിസ് അല്ലേ? ദയുള്ള മിസ് ആണെന്നാ പറയുന്നത്. കൃപ. ഓക്കെ. ഓക്കെ. Any doubt for you? No. Daniel. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? फोर्थ नंबर 4 एक शब्द में होता है. फर्स्ट वन ऋषि का क्या नाम था? आंसर इज भृगु. രണ്ടാമത്തേത് ബാലു ഖബരാക്കർ കിസ്की शरण में गया. What is the answer? ऋषि, भृगु. Right? ऋषि. Okay. Next. അടുത്ത ആൻസർ വേണോ? किसको मारना पाप कहलाता है? किसको मारना पाप कहलाता है? जीव. राइट? जीव, जीव. ഡാനിയൽ അൺമ്യൂട്ട് ചെയ്തേ, കേട്ടില്ല. ഡിറ്റേഷൻ നേരെ പാടുവാ. ഡിറ്റേഷൻ വേർഡ്സ് ഈസ് ഭൃഗു. ഇത് തന്നെ നമ്പർ 1. ഇതാണോ വൈകുന്നേരം വിടുന്നത്? യെസ് യെസ് യെസ്. അതെ അതെ. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്.
only 1 minute. Okay. Then Abel Matthew. Doubt clear ചെയ്യാം. 1 minute കൂടി ഇടാം നമുക്ക്. ഹൃദയ്. ഹൃദയ്. Okay, say ഹൃദയ്. ഹൃദയ് മീനിങ് എന്താണ്? ഹേർട്ട്. HEART. ഹൃദയം എന്ന് പറയുന്നില്ലേ നമ്മള് മലയാളത്തിൽ, അതാണ് ഹൃദയ്. ജോവിൻ. ഓക്കെ. ജോവിന് എന്താണ് കൈ ഉയർത്തിയിട്ട് കണ്ടു, അതുകൊണ്ടാണ് വെച്ചത്. ഡൗട്ട് ഉണ്ടോ? ചുമ്മാ കൈ ഉയർത്തിയാണോ? കേട്ടില്ല മോനെ, കേൾക്കുന്നില്ല. ഓക്കെ, ഇവിടെ ടൈം ഈസ് ഓവർ. ഓക്കെ, ബൈ ബൈ. സീ യു നെക്സ്റ്റ് പീരീഡ്. ഓൾ ഓഫ് യു സ്റ്റഡി വെൽ. ഓക്കെ, ബൈ. ബൈ ബൈ. പ്രസന്റ് ചെയ്തില്ല എല്ലാവരും?